ഞാൻ കട്ടിപ്പത്തിരിയും പപ്പടും. ഇമ്മേ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തൊരു സാധനം. എന്താ അതാ സ്കൂൾക്കാ എടി ഇവളിന്റെ കുട്ടീനെ സ്കൂൾക്ക് പോണ്ടാണ്ട്. അല്ലാ അല്ലാ കല്യാണം കഴിഞ്ഞു അത് സഞ്ജു മാന്തൂട്ടാ. മാണ്ടകട് പോരി ശല്യപ്പെടുത്തണ്ട തല്ലുപ്പോ മാണ്ടടി എടി അതിനോട് പറ വേണ്ടാന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നല്ല മാറ്റി സെറ്റായി ഒരുങ്ങിയിരിക്കണം. തുടക്കാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് കല്യാണം ഉണ്ട്, ഇവക്ക് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ പിന്നാലെ സുൽച്ചാത്ത കല്യാണത്തിന് പോരുണ്ട്. അതല്ല അവളെ കുട്ടീനെ നോക്കാൻ ആരില്ല പറഞ്ഞപ്പോൾ സങ്കടമായി. അപ്പോൾ ഞാനും പോകുന്നു. ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അയൽവാസിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ വരും കാണാം. ഓക്കെ. ചോറ് തിന്നാൻ വേണ്ടി വന്നതാണ്. തരാനില്ല. നമ്മൾ പിന്നെ എല്ലാ കല്യാണത്തിനും ഫസ്റ്റ് പോണോണ്ടേ നമുക്ക് പ്ലേറ്റ് ഒന്നും തരാനൊന്നും ആരുമില്ല. ഇവിടെ കണ്ടെങ്കിൽ ഷീന ഇവിടെ കല്യാണം കഴിഞ്ഞിരിക്കണു. അപ്പോൾ നമ്മള് കല്യാണത്തിന് ഇട്ട് തിന്നോ, ചോറൊക്കെ ഇട്ട് തിന്നോ. ചെമ്പറും അച്ചാറും പുളിഞ്ചിനല്ലേ നമ്മളെ ലഡായി. എടി ഓവർ എക്സ്പ്രസ് ചെയ്ത് നോക്കേ. അതുണ്ട് ചോറ്. ഉറങ്ങാണ് ഗൈസ്. കുഞ്ഞാപ്പിക്ക് എന്താണെന്നറിയില്ല, ഞങ്ങളെല്ലാവരും സീറ്റിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൻ എന്നെ നീപ്പിച്ചിട്ട് അവിടുന്ന്. ഓൻ ആ സീറ്റിൽ ഇരിക്കാൻ അങ്ങോട്ട് പറ്റണില്ല, ഓനിങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ ഓനായിട്ട് ഇങ്ങോട്ട് നടന്നു. ഓൻ്റെ തള്ള അവിടെ ഇരുന്ന് ഈ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ഓൻ ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓന് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. കുറേ ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ നിന്ന് അത് ഞാനും ഓനായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഓന് ഞാനും ഭയങ്കര രസമായി. ക്ഷീണിതരായിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ബീച്ചിക്ക് പോകാനുള്ള പരിപാടിയാണ്. പോവും ഓണിയും കണി ഉണ്ടാക്കാൻ തിരക്കടില്ല. സ്കൂൾക്കാ എടി ഇവളിന്റെ കുട്ടീനെ സ്കൂൾക്ക് പോണ്ടാണ്ട്. കാണണ്ടത് വല്ലതും അറിയുന്നുണ്ടോ? അതാ. അപ്പൊ ഞാന് പോവാൻ റെഡി ആയിട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി ഇന്നലെ വന്ന ഡ്രസ്സ് തന്നെ ഞാൻ പിന്നിട്ട് കൊണ്ടു. പക്ഷെ തിരുമ്പിക്കൊണ്ടാ വേറെ കാര്യം. രസമോള് കുളിച്ച് സെറ്റായി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോവും. രസമോളെ നമ്മളെ വീട്ടിക്ക് എന്താ ഈ പെണ്ണ് ഇവിടെ വന്നാൽ അങ്ങനെ തന്നെയാണ്, പോവാൻ സമ്മതിക്കില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആകെ ക്ഷീണിച്ചു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞാപ്പി ഉറങ്ങിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു. ചായ അടിച്ചാനോ? ഉക്ക് ചായ അടിച്ചാൻ പോക്കൊക്കെ ക്യാൻസൽ ആയിക്കോണു. നേരത്തെ പറഞ്ഞിട്ട് ഞങ്ങൾ ചായ അടിച്ചാൻ പോവുകയാണെന്ന്. അതിന് സിന്താത്തല്ലേ, സിന്താത്താണ് ചോദിച്ചോക്കെ. സീനും ഇങ്ങനെ കേണിണ്ടാക്കി കൊടുക്കും ഗൈസ്. അപ്പം അങ്ങനെ
ചെരുപ്പൊക്കെ ഉണ്ട്. ഊരാനിടാനൊക്കെ പറ്റും. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ പോവാം. സെറ്റ് ചെയ്യും. ഇനി ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒറ്റ പോക്കാം. മോളെ അതാ ഇങ്ങോട്ട് കൊണ്ടുവരാനെ മാന്തുവോ? നമ്മളെ സിനു നമ്മൾ പോവാണ് പറഞ്ഞിട്ട് ജ്യൂസ് കച്ചവടം കൂടെ വേണ്ട വേണ്ട മാന്തോടി. അതാ മാന്തോ ഓന്റെ ഒപ്പം ഇരുന്നാ മതിട്ടാ. അക്ക് മാമാണ് അസിമോളെ ജ്യൂസ് കുടിച്ചൊക്കെ കേട്ടോ. കൊള്ളാം. എന്നോട് പറയണേ ഇവിടുന്ന് പോരുകയാണെങ്കിൽ പടക്കം വാങ്ങി തരണം. ആ അതാണ് ഇവിടെ കണ്ടീഷൻ. അതാണ് ഇവിടുന്ന് പോരാനുള്ള കണ്ടീഷന്. പടക്കം കിട്ടുകയാണെങ്കിൽ ഓക്ക് വാങ്ങിക്കൊടുക്കും. പടക്കം ഇല്ലെങ്കിൽ ഓക്ക് പൂത്തിരിയലും വാങ്ങിക്കൊടുക്കും. ചിഷു അപ്പൊ നമ്മള് അജിമോൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ഇത് എന്താണ് ഈ കറി? ഇലക്കറി എന്തല്ലേ? മത്തനോ? മത്തൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും പപ്പടമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞാൻ കട്ടിപ്പത്തിരി പപ്പടം. ഇമ്മേ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തൊരു സാധനം. തിന്നോക്കണം. ഞങ്ങൾ ചോറിനട്ടെ. ഞങ്ങൾ ചോറിനാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സാധനം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോറിറക്കൂല. അതാണ് പ്രശ്നം. നിങ്ങളെ വീട്ടിലത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണോന്ന് കമന്റ് ചെയ്യും. അത് കളിച്ചാ ഈ ഡാൻസോ എന്നാ കളിച്ചാ ഓ സ്കൂളിൽ ആ ഡാൻസ് അത്ര. അജിമോളെ സ്കൂളത്തെ ഡാൻസ് ആണല്ലോ. പ്രാക്ടീസ് ചെയ്യാണ്. ആ ചെരുപ്പിട്ടാളാ നടക്കി. ടാറ്റാ ഇനോ ടാറ്റാ. സെറ്റായി ഇല്ല അതാക്കിയാണ്. എന്നാ ശരി മോളോടെ ശരി അനുവാ. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതാ ഈ ബാഗും അസിമോളെ ബാഗും ഒക്കെ ഞാൻ കൊണ്ടുപോയത് ചെയ്യുന്നു കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഡ്രസ്സ് എടുത്താലും നിങ്ങൾ തെയ്യില്ല കേട്ടോ. ഡ്രസ്സ് എടുത്താലും മാത്രമല്ല കേട്ടോ, ആവശ്യം ഉള്ളതും ആവശ്യമില്ലാത്തതുമായുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകലുണ്ട്. അവിടെ ചെന്നാൽ പിന്നെ ആരത്തിലൊക്കെ വാരി പെറുക്കിടലാണ് എൻ്റെ പരിപാടി. ഇത് ഷവായ ഹബ്ബിൽ നിന്ന് വാങ്ങിയതാണ്. ഷവായ ഒന്നുമല്ല കേട്ടോ, അത് നഞ്ഞ ഡ്രസ്സാണ് ഗൈസ്. അങ്ങനെ ബാഗിൽ നിന്നെല്ലാം പെറുക്കിയെടുത്ത് ഞാൻ അതേ സ്ഥാനത്തൊക്കെ കൊണ്ടുവച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തു വെച്ചു എന്നല്ല കേട്ടോ, ഏകദേശം ഉള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത് അവിടെ തന്നെ കിടക്കണുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരുമ്പാനുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി കുളിക്കാട്ടെ കേട്ടോ. അങ്ങനെ എന്തായാലും കുളിയിരുന്ന് പാസ്സാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് സെറ്റായി കേസ്. അപ്പോൾ അതാ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ മാക്സിൻ്റെ ശരണം അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം സ്വന്തം വീട്ടിലേക്ക് വന്നാൽ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.